പലപ്പോഴും വിഡ്ഢിത്തമായ തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ ഇരുകൂട്ടരും അവരുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കാം, പക്ഷെ അവരത് സ്വന്തം ഭാഗത്തു നിന്നേ കാണുന്നുള്ളൂ. സമാധാനം ഒരു വലിയ കാര്യമാണ്. നാം അത് എല്ലാവരുടെയും നന്മയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഒരു ഭാഗം മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. അതുതന്നെയാണ് മഹാരാജാവ് ചെയ്തത്. ഈ തെറ്റിദ്ധാരണ അയാളെ യുദ്ധത്തിലേക്ക് നയിച്ചു. സമാധാനത്തിന്റെ സമ്മാനം. ഭരതരാജാവും ചന്ദൻ രാജാവും കൂട്ടുകാരായിരുന്നു. മന്ത്രി, നമ്മുടെ സുഹൃത്ത് ചന്ദൻ മഹാരാജാവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ വാരാന്ത്യത്തിൽ നാം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ വേഗം തന്നെ ചെയ്താലും. അങ്ങയുടെ ആജ്ഞ പോലെ മഹാരാജാവേ. ഭരത മഹാരാജാവ് തീരുമാനിച്ചതുപോലെ വാരാന്ത്യത്തിൽ തന്റെ സുഹൃത്തിനെ കാണാനായി പുറപ്പെട്ടു. സ്വാഗതം സ്വാഗതം സുഹൃത്തെ. സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. താങ്കൾക്ക് സുഖമാണല്ലോ അല്ലേ? അവരിരുവരും കുറെ സമയം പലതും സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് തെറ്റിദ്ധാരണയുണ്ടായി. അങ്ങനെ ഭരതരാജാവ് ചന്ദൻ മഹാരാജാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. മന്ത്രി, അദ്ദേഹം നമ്മോട് തർക്കിച്ചു എന്നറിയാമോ? അദ്ദേഹത്തിന് തെറ്റുപറ്റി, പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. എങ്കിൽ അവിടുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു രാജൻ. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. അതേസമയം ചന്ദൻ മഹാരാജാവിനും ഭരത മഹാരാജാവിനെക്കുറിച്ച് അതേ അഭിപ്രായമായിരുന്നു. മന്ത്രി, ഭരതൻ ഇന്ന് ഒരുപാട് അഹങ്കരിച്ചു. അദ്ദേഹം സംസാരിച്ച വിധം നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്തുക്കൾക്കിടയിൽ ഇത് സാധാരണയാണ് മഹാരാജാവേ. അങ്ങ് ഇതേക്കുറിച്ചോർത്ത് വിഷമിക്കാതിരിക്കൂ. ഈ ചെറിയ തെറ്റിദ്ധാരണ പതുക്കെ ഒരു വലിയ വിടവിന് കാരണമായി. മന്ത്രി, നാം ഒരു യുദ്ധം ചെയ്ത് ചന്ദൻ മഹാരാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സാമ്രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കൂ. മന്ത്രി ഇത് കേട്ട് ഞെട്ടിപ്പോയി. മറുഭാഗത്തും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത്. ചന്ദൻ മഹാരാജാവിന്റെ മന്ത്രിയും ഞെട്ടിപ്പോയി. ഭരതമഹാരാജാവിന്റെ മന്ത്രിയെ നമുക്ക് കാണണം. പലരുടെയും ജീവിതം നഷ്ടപ്പെടും. യുദ്ധം കാരണം ഇരുവശങ്ങളിലും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിക്കും. മന്ത്രി ഉടൻ തന്നെ യാത്ര പുറപ്പെട്ടു. മന്ത്രിവര്യ, താങ്കളുടെ സന്ദർശനത്തിനുള്ള കാരണം അറിയിച്ചാലും. എന്റെ രാജാവ് താങ്കളുടെ സാമ്രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെയും അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് തടയാൻ നാം എന്തെങ്കിലും ചെയ്യണം. ശരി, എനിക്കൊരാശയം തോന്നുന്നു. അദ്ദേഹം രഹസ്യമായി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. താങ്കൾ മഹാരാജാവിനെ അതിർത്തിയിലെ ആ വലിയ മരത്തിനടുത്തേക്ക് കൊണ്ടുവരൂ. അതൊരു നല്ല ആശയമാണ്. ശരി, വീണ്ടും കാണാം. അടുത്ത ദിവസം 2 മന്ത്രിമാരും അവരുടെ രാജാക്കന്മാരെയും കൊണ്ട് നിശ്ചയിച്ച സ്ഥലത്തെത്തി. മരത്തിന്റെ ചില്ലയിൽ ഒരു വാൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്ന് തന്നെ അവർ ആ ദൃശ്യം കണ്ടു. ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നു. ആഹാ, എത്ര മനോഹരമായ വാൾ! മനോഹരമായ ചുവന്ന കല്ലുകൾ ഈ വാളിനെ വിലമതിപ്പുള്ളതാക്കിയിരിക്കുന്നു. ഈ വാൾ നമ്മുടെ കൊട്ടാരത്തിന് അതിമഹത്തായ ഒരു സ്വത്താണ്. ഒരു സംശയവും വേണ്ട, ഇത് പച്ചയാണ്. താങ്കൾ പറയുന്ന പോലെ ചുവപ്പല്ല. ഇരുവരും കുറെ സമയം തർക്കിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവരുടെ മന്ത്രിമാർ ശബ്ദമുയർത്തി പറയാൻ ആരംഭിച്ചു. മഹാരാജാക്കന്മാരെ, നിർത്തൂ! വഴക്കിടുന്നതിനു മുമ്പ് ഇരുവരും എല്ലാ വശങ്ങളും കാണേണ്ടതാണ്. എന്നിട്ട് അഭിപ്രായം പറയൂ. ഇരുവരും ഒരു വാളിനു വേണ്ടിയാണ് തർക്കിക്കുന്നത്. തർക്കിക്കുന്നതിനു മുമ്പ് വാൾ ഇരുവശത്തു നിന്നും നോക്കേണ്ടതായിരുന്നു. ഇരുവരും പറഞ്ഞത് സത്യമാണ്. ഈ വാൾ ഒരു വശത്ത് പച്ചയും മറുവശത്ത് ചുവപ്പുമാണ്. സത്യമാണോ? അതെ മഹാരാജാക്കന്മാരെ, ഇതാണ് സത്യം. യുദ്ധങ്ങളും തർക്കങ്ങളും എപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ടാണ് സംഭവിക്കുക എന്നത് വാസ്തവമാണ്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നപ്പോ നമ്മൾ സമാധാനത്തോടെ ജീവിച്ചു. പക്ഷെ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു. ഇരുവരും... ഇനിയൊന്നും പറയേണ്ട മന്ത്രി. നാം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി. ഇനി ഒരിക്കലും വഴക്കിടില്ലെന്ന് ഞാൻ വാക്കു തരുന്നു. സമാധാനത്തോടെ ജീവിക്കുമെന്നും. നാമും വാക്കു തരുന്നു. യാതൊരു തെറ്റിദ്ധാരണകളും ഉണ്ടാവാതിരിക്കാൻ നാമും പ്രയത്നിക്കുന്നതാണ്. ഞങ്ങളെന്നും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരും.
വിസ്പർ ശബ്ദം കുറച്ച് സംസാരിക്കുക. ഷീത്ത് സംരക്ഷണ കവചം. പ്രഷ്യസ് വിലമതിപ്പുള്ളത്.